ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമേർപ്പെടുത്തിയ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ഓഡിറ്റർമാരെ അകാരണമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് UDF പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മിനിറ്റ്സും അനുബന്ധ രേഖകളും പരിശോധിക്കാതെ ഓഡിറ്റ് റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന നിലപാടെടുത്ത ഓഡിറ്റർമാരെ രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റിയെന്നാണ് ആരോപണം. ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ ഓഡിറ്റർമാരെയാണ് സ്ഥലം മാറ്റിയത്. മിനിറ്റ്സും അനുബന്ധ രേഖകളും വിശദമായി പരിശോധിക്കാതെ അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് നൽകാൻ പറ്റില്ലെന്ന നിലപാടെടുത്ത ഓഡിറ്റർമാരെ ബാങ്ക് രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് UDF ഡയറക്ടർമാർ രംഗത്തെത്തി. ടീം ഓഡിറ്റിലെ 3 പേരിൽ 2 പേരെ സ്ഥലം മാറ്റുകയായിരുന്നു. 3 മാസം മുൻപാണ് ഇവരെ ഓഡിറ്റ് ടീമിൽ ഉൾപ്പെടുത്തിയത്. ഒരാളെ കോഴിക്കോട് ജനറൽ വിഭാഗത്തിലേക്കും മറ്റൊരാളെ ഓഡിറ്റ് വിഭാഗത്തിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. ഭരണാനുകൂല സംഘടനയിൽ ഉൾപ്പെട്ടവരെയാണ് പകരം നിയമിച്ചിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. അതേസമയം രാഷ്ട്രീയ പ്രേരിതമായി ആരെയും സ്ഥലം മാറ്റിയിട്ടില്ലെന്നും അത്തരം നടപടികൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും അഡ്മിനിസ്ട്രേറ്ററും വ്യക്തമാക്കി. രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് സ്ഥലം മാറ്റിയത് എന്ന UDF ആരോപണത്തോട് ഓഡിറ്റർമാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. UDFിൻ്റെ കീഴിലുള്ള കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി പിരിച്ചുവിട്ട് സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നടത്തിയ ഓഡിറ്റിലാണ് മിനിറ്റ്സ് പരിശോധിക്കാൻ നൽകിയില്ലെന്ന് ഓഡിറ്റർമാർ രേഖപ്പെടുത്തിയത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് അധികൃതർ മിനിറ്റ്സ് ഹാജരാക്കാത്തതിനാൽ വിശദ പരിശോധന നടത്താനായില്ല എന്ന് ഓഡിറ്റർമാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത് തിരുത്തി രേഖകൾ വിശദമായി പരിശോധിച്ച് ഉറപ്പാക്കിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് തിരുത്തി നൽകാൻ ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതായാണ് ആരോപണം. ഇതിന് വിസമ്മതിച്ചതാണ് സ്ഥലം മാറ്റത്തിന് കാരണമായതെന്നും UDF ആരോപിച്ചു. കാരശ്ശേരി ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതിനെതിരെയും പുതുതായി വോട്ടവകാശമുള്ള 899 അംഗങ്ങളെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അറിയാതെ ചേർത്തതിനെ ചോദ്യം ചെയ്തും UDF ഡയറക്ടർമാർ നൽകിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ഓഡിറ്റർമാരെ സ്ഥലം മാറ്റിയതിനെതിരെ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ UDF സമരം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുമുന്നണി എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യങ്ങളിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അർദ്ധരാത്രിയിൽ വ്യാജരേഖ ഉപയോഗിച്ച് പിടിച്ചെടുക്കുവാൻ ബാങ്ക് അവധി ദിവസമായ രണ്ടാം ശനിയും ഞായറാഴ്ചയും ഇരുളിൻ്റെ മറവിൽ 829 മെമ്പർമാരെ ബാങ്കിൻ്റെ അഴിമതിക്കാരനായ പ്രസിഡന്റിനെ കൂട്ടുപിടിച്ച് നിരവധി വിജിലൻസ് അന്വേഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റിനെ കൂട്ടുപിടിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ഡയറക്ടർമാരുടെ അറിവില്ലാതെ ജീവനക്കാരുടെ വ്യാജ പാസ്വേഡുകൾ ഉപയോഗിച്ച് 829 വ്യാജ മെമ്പർഷിപ്പ് ചേർക്കാൻ ശ്രമിച്ചിരിക്കുന്നു. K. കോയ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം MT അഷ്റഫ്, VN ഷുഹൈബ്, VN ജംനാസ്, G. അജിത് കുമാർ, നിഷാദ് വിജി, K. ശ്രീനിവാസൻ, സത്യൻ മുണ്ടയിൽ, OK ബൈജു, മുന്തിർ ചേന്നമംഗലൂർ, തനുദേവ്, ജംഷിദ് ഒളകര, EP ഉണ്ണികൃഷ്ണൻ, സാദിഖ് കുറ്റിപ്പറമ്പിൽ, PM നാരായണൻ തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു. ധർണാ സമരത്തിന് വിനോദ് പുത്രശ്ശേരി, അഷ്റഫ് തച്ചാർമ്പത്ത്, ഇസ്മായിൽ മേച്ചേരി, ആബിദ്, VT ഫിലിപ്പ്, ഉമ്മർ A, വളപ്പൻ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.